ഹലോ ഗൈസ്, മീശയിലെത്തന്നെ ചെക്കനെ കണ്ടില്ലേ നിങ്ങൾ? സത്യം പറയല്ലോ, കല്യാണം കഴിച്ചു പോയി. ഇല്ലെങ്കിൽ ഇവനെ ഈ കണ്ട ആദ്യ നിമിഷത്തിൽ തന്നെ ഞാൻ ബ്രേക്കപ്പ് ആക്കിയനെ. കുലുങ്ങി കുലുങ്ങി ഞങ്ങൾ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. വെളുപ്പിനുള്ള വന്ദേ ഭാരത് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഓട്ടം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാ ചുഴലിക്കാട്ട് സമയമാണ്. ട്വിറ്റോ മോന്തോ അങ്ങനെ എന്തോ ഒന്നില്ലേ, അതന്നെ. നിക്ക് ഇതിപ്പോ ഒരു കൂട്ടം കാണിച്ചു തരാം. വലിയ ഷോ ഇറക്കിയിട്ട് ട്രോളി ഉറ്റിക്കൊണ്ട് വന്ന ഞാനാണ്. കണ്ടില്ലേ ആ പട്ടിയുടെ ഓരോ ലീലാവിലാസങ്ങൾ? അല്ലെങ്കിൽ ശകനപ്പഴമാണ്. ഇവന്റെ ഈ മീശില്ലാത്ത മോന്ത കണ്ടിറങ്ങിയപ്പോഴേ ഞാൻ ഓർത്തതാണ് എന്തെങ്കിലും ഉണ്ടാവുന്നു. ശകനപ്പഴ അവിടെ തീർന്നില്ല കേട്ടോ. സ്റ്റേഷന്റെ ഉള്ളിൽ കയറി രാമരാജന്റെ മുണ്ടും നോക്കി നിന്ന് പച്ച കളർ ലേസും വാങ്ങിയിട്ട് ഇവനെയും കൊണ്ട് ഞാനും എന്റെ പെട്ടികളും അങ്ങനെ ട്രെയിനുള്ളിലേക്ക് കയറിയ പാടെ തന്നെ ഇങ്ങേരി അന്തം വിട്ട് കുന്തം വിഴുങ്ങി തെക്കോട്ട് മുടക്കണം നോക്കണത്. ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അറിയില്ലേ ഏത് രണ്ടുപേരാണെന്ന്. പിന്നെ എന്തിനാണോ അവർ ഞങ്ങൾ ഈ 3 സീറ്റിൽ പിടിച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും ആവട്ടെ, നിന്ന് പോകേണ്ട അവസ്ഥ ഒന്നുമില്ലല്ലോ. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങോട്ട് നിവർത്തി വിരിച്ചു വെച്ച് അതിന്റെ മുകളിലേക്ക് ഫോണും ഹെഡ്സെറ്റും ഒക്കെ ഭദ്രമായിട്ട് എടുത്തു വെച്ചു. ഇനി ഇങ്ങേര് തന്നെ കണ്ടുപിടിച്ച 1-2 മുദ്രകളും ഇതുവരെ ഞാൻ പുറത്ത് പബ്ലിക്കാക്കാത്തതിന്റെ ശബ്ദരേഖയും കാണാം. Are you excited to go back to your home? അത് കഴിഞ്ഞപ്പോൾ ദീ കാണുന്ന ബിസ്ക്കറ്റും പാൽപ്പൊടിയും ചായപ്പൊടിയും പഞ്ചാരയും ഒരു ട്രെയിലാക്കി തന്നു. ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പാൽപ്പൊടി കയ്യിലാക്കിയിട്ട് നക്കി തിന്നെ. പിന്നെ ട്രെയിനിലൊക്കെ വെച്ചൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിവാക്കിയിട്ടാണ്. പിന്നെ കുറേ നേരം ജനാലയെ കൂടെ പുറത്തേക്കും വായി നോക്കിയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മോനി കിടന്ന് ഉറക്കായി. ഇതേ കിടന്നുറങ്ങണ ആളെ മൂക്ക് ചൊരിയാണ്. കള്ളൻ ചുമ്മാ അഭിനയിച്ചാണോ, ഉറങ്ങിയതല്ല. അങ്ങനെ നേരെ പരപരാന്ന് വെളുത്തു. അത് കഴിഞ്ഞപ്പോൾ ഉറങ്ങാനായിട്ടുള്ള എന്റെ ഷിഫ്റ്റായി. പിന്നെ ഫുഡിന്റെ സ്മെല്ല് കിട്ടിയപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ്. നോൺ വെജ് ഓർഡർ ചെയ്ത് ഞാൻ രാവിലെ തന്നെ മുട്ടയുടെ സ്മെല്ലടിച്ച് അസ്വസ്ഥയായിട്ട് വെജ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വെജ് കിട്ടി, ബട്ട് അവന്റെ നോൺ വെജ് വന്നില്ല. അങ്ങനെ അത് നോക്കി ഈ അറ്റത്തിരിക്കണ ഞങ്ങള് ആ അറ്റത്ത് നിൽക്കുന്ന ചേട്ടനെ സീറ്റിന്റെ മുകളിലേക്കൊക്കെ തല നീട്ടി ഏന്തി വലിഞ്ഞ് നോക്കി അങ്ങനെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. കിട്ടിയിട്ടില്ല എന്ന്. ഞങ്ങളുടെ കാട്ടായം കണ്ടപ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഇതൊന്നും ഭക്ഷണം കാണാണ്ട് കിടക്കണമെന്ന്. കണ്ടില്ലേ ഞങ്ങൾ പരസ്പരം സിഗ്നൽ കൊടുക്കണത് ഇല്ല വന്നിട്ടില്ല എന്ന്. പിന്നെ അങ്ങോട്ട് കിട്ടിയപ്പോ എലി പുന്നല് കണ്ട പോലത്തെ ചിരി കണ്ടില്ലേ. കാര്യം എന്റെ വെജ് ഇവിടെ ഉണ്ടെങ്കിലും അവന്റെ നോൺ വെജിൽ എന്തായിരിക്കും എന്നറിയാനായിരുന്നു എന്റെ ആകാംക്ഷ. അവനാണെങ്കിൽ സാനിറ്റൈസർ ഒക്കെ അടിച്ച് കൈ തുടച്ചിട്ടൊക്കെ തുറക്കുള്ളൂ. പിന്നെ ഞാൻ എന്റെ പതിവ് സ്ട്രാറ്റജി ഇറക്കി. വേണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അത് വേറൊന്നുമല്ല, അവന്റേന്ന് ഞാൻ എടുത്ത് കഴിക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധം ഉണ്ടാവാൻ പാടില്ലല്ലോ. അവൻ എങ്ങാനും കുറച്ചെന്റേന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പ്ലേറ്റിൽ കൈയിട്ട് വരാനുള്ള ലൈസൻസ് ആയില്ലേ. അങ്ങനെ അവൻ പെട്ടി തുറന്നു. ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊന്നും ഇല്ലാത്തൊരു ഓംലെറ്റും കുറച്ച് ഗ്രീൻ പീസും ക്യാരറ്റ് പുഴുങ്ങിയതുമായിരുന്നു. അത് കഴിക്കാനൊരു സ്പൂണും. ആ സ്പൂണിൽ കയറ്റിയത് കറക്റ്റായിട്ട് വായിലെത്തിക്കാൻ എന്തൊക്കെ നിറച്ചെന്നറിയോ. പിന്നെ അവന്റെ സ്ഥായിഭാവം ഇതന്നെയായിരുന്നു. കഴിക്കണോ വേണ്ടിയോ എന്ന്. എന്റെ പിന്നെ ഇഡ്ലി, വട, സാമ്പാർ, തക്കാളി ചട്നി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ കാണുമ്പോൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട ആ വട കഴിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ പച്ചക്കറികളുടെ അലർജിയാണെന്ന് പറഞ്ഞ് അതൊക്കെ തള്ളി വെച്ചിട്ട് അടുത്ത പെട്ടി തുറന്നപ്പോൾ ദേ നല്ല മുഴുത്ത 2 കട്ട്ലേറ്റ് കുട്ടന്മാര്. പിന്നെ അതിന്റെ കൂടെ ഒരു പൊതി ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിന്റെ അകത്ത് ബ്രെഡ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്നാൽ ഞങ്ങൾ 2 പണ്ടന്മാർക്കും അപ്പോഴാണ് മനസ്സിലായത് ബ്രെഡ് തിന്നത് ബ്രെഡ് ഓംലെറ്റ് ആയിട്ട് കഴിക്കാനായിട്ടായിരുന്നു. എന്തായാലും പോയ ഓംലെറ്റ് ഞാൻ പിടിച്ചാലും കിട്ടിയല്ലോ. ഈ തലയാട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിരിക്കും എല്ലാം ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒന്നുമല്ല, ഒരു വൈക്കും കൊള്ളിയിരുന്നു. പിന്നെ ഞങ്ങൾ കുറെ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് കെട്ടിപ്പിടിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി. പിന്നെ മാസ്ക് ഒന്ന് ഊരി വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആരോ എവിടെയോ തുമ്മിയതും കേട്ട് ഇവന് നാഗവല്ലി കയറി. ഏതാണ്ട് ഒരു 11 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് മെട്രോ കയറി നേരെ ഇന്ദിരാനഗറിൽ ഇറങ്ങി. അവിടുന്ന് പെട്ടിയും ചട്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞ 6-7 മാസത്തിൽ ഇവിടെ വന്ന കുറെ മാറ്റങ്ങൾ വായം പൊളിച്ച് നോക്കി നിന്ന് നടന്നു. ആ കാണുന്ന കോഫി ഷോപ്പ് ഉണ്ടല്ലോ, അതിപ്പോൾ വന്നതാണ്. പിന്നെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ക്ലൈമറ്റ് നല്ലോണം എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഇറ്റ് വാസ് വെരി കോൾഡർ. അങ്ങനെ വീട്ടിലെത്തി വീടിന്റെ ബാൽക്കണി കയറി നിന്ന് ഒരു ചിരി അങ്ങോട്ട് പാസ്സാക്കി ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ അന്ന് കാർത്തിക ദീപം ആയതുകൊണ്ട് മമ്മി പൂജയൊക്കെ ചെയ്തായിരുന്നു ഫുഡ് തന്നിട്ടുണ്ടായിരുന്നത്. സാമ്പാർ, മത്തങ്ങപ്പേരി, അമരക്കായപ്പേരി, വാഴക്ക വറുവല്, ഉഴുന്നുവട, പായസം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടി ഒഴുങ്ങിയിട്ട് അടുത്ത പരിപാടിക്ക് പോയി. അതായത് നെക്സ്റ്റ് ഡേ ആയിരുന്നു മമ്മിയുടെയും ഡാഡിയുടെയും 60ാം കല്യാണം. അതിനെടുക്കാനായിട്ടുള്ള സാരീന്റെ ബ്ലൗസ് തയ്പ്പിക്കാനായിട്ട് ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥലം ഉടുപ്പിയിൽ വന്നൊരു ചായ അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ മോനെ സ്വർഗം. എനിക്ക് എത്ര ടെൻഷൻ വന്നാലും ഇവിടെ വന്നൊരു ചായ കുടിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ. അത് പ്രത്യേകിച്ചും ഈ ചേട്ടൻ്റെ തന്നെ കിട്ടണമെങ്കിൽ ഡബിൾ ഹാപ്പി. ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉടുപ്പി ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ചായയുടെ അത്രയും എനിക്ക് ഈ ലോകത്ത് വേറെ എവിടെ നിന്ന് ചായ കുടിച്ചാലും വരില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ കുറേ അധികം പ്ലാനിങ്സും തല്ലുപിടുത്തവും ഒക്കെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ചായ കുടിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ മമ്മിയും ഡാഡിയും കൂടി വിളക്കോൾ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാർത്തിക ദീപം അല്ലേ. അങ്ങനെ ഞാൻ പതുക്കെ ചെരാതൊക്കെ കത്തിച്ചു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിച്ചിട്ടില്ലല്ലോ എന്ന്. കുളിക്കാണ്ടാണല്ലോ ഈ കുട്ടി വിളക്കൊക്കെ കൊളുത്തണേന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ചെന്നൈയിൽ രാത്രി 2 മണിക്ക് വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാണ് അവിടുന്ന് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് വല്ലാണ്ട് കാണിച്ച് ഐസും വെള്ളത്തിൽ കുളിച്ച് വല്ല പണി മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഫംഗ്ഷനുമാണ്. അതുകൊണ്ട് ഒരു ദിവസം ഒരു കുളി മതി. അകത്തും പുറത്തൊക്കെ വിളക്കൊക്കെ വെച്ച് ഞങ്ങൾ അടുത്ത പണിക്ക് പോയി മെഹന്തി ഇടാനായിട്ട്. ഈ ഒരു ഡിസൈൻ മാത്രം 2 കയ്യിലും ഇടാനായിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് 400 രൂപ എന്താണ് മേടിച്ചത്. ചോദിച്ചപ്പോൾ അയാൾ പറയാ വട്ടത്തിലുള്ള ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ പൈസ ജാസ്തിയാണെന്ന്. പിന്നെ എനിക്കറിയാവുന്ന ഹിന്ദിയിൽ അങ്ങേരോട് കൂടുതൽ ബാർഗൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കയ്യിലിടുന്ന മൈലാൻ ചിലപ്പോൾ അങ്ങേരും മോന്തയ്ക്ക് വട്ടത്തിലും ത്രികോണത്തിലും ഒക്കെ ഇട്ട് തരും. അതുകൊണ്ട് കിട്ടി പോതിച്ചു എന്നും പറഞ്ഞ് ഞാൻ ചോദിച്ച കാശും കൊടുത്ത് അങ്ങേരുടെ മൈലാഞ്ചി മേടിച്ചിട്ട്
വെച്ചിട്ട് അവിടെ നിന്ന് വണ്ടി വിട്ടു. ഈ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 സ്റ്റെപ്പൊക്കെ ഇടാൻ തോന്നിയതാണ്. പക്ഷെ എൻ്റെ മോന്ത കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞാൻ ഒട്ടും ടയർഡല്ലാന്ന്. പിന്നെ വീട്ടിൽ പോയിട്ട് അതൊക്കെ പൊടിച്ച് കഴുകി കളഞ്ഞു. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പണിക്ക് പോകാനായിട്ട്. അതായത് നമ്മൾ രാവിലെ വന്നപ്പം തന്നെ പോയിട്ടൊരു ബ്ലൗസ് തിന്നിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് മേടിക്കാൻ പോണായിരുന്നു. അങ്ങനെ അതും പോയി മേടിച്ചു. നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തയ്പ്പിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 10-10:30 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പിയിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത ഫേവറേറ്റ് ഉടുപ്പിയിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നാൽ അസലും മസാല പാപ്പടും പിന്നെ നല്ല ചൂടുള്ള സൂപ്പും ബട്ടർ നാനും ചില്ലി പനീറും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചു. അവിടെ ഞങ്ങളായിരുന്നു ലാസ്റ്റ് കസ്റ്റമേഴ്സ്. പിന്നെ ഞങ്ങളെ നല്ലോണം അറിയാവുന്നതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഓർഡറൊക്കെ ചെയ്ത് ഞങ്ങളെല്ലാം കഴിച്ചു തീർത്തു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. വന്നിട്ട് ഇരിക്കാനായിട്ട് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ. സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഭയങ്കര ലോങ് ഡേ ആയിരുന്നു. എൻ്റെ അന്നത്തെ ദിവസം അന്നത്തെ രാവിലെ വെളുപ്പിനൊന്നല്ല, തലേ ദിവസം രാത്രി സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ഒരു 11:30-12 മണി ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ആയപ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നിട്ടുള്ളൊരു ദിവസമായിട്ടൊന്ന്. കാരണം ത്രൂ ഔട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ദോ ഐ വാസ് ടയേർഡ്, ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ ഹാപ്പിയാണെന്ന് പറയാനായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സക്സസ്ഫുള്ളായിട്ട് എൻ്റെ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ മിക്കവാറും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്കങ്ങനെ വിചാരിക്കുന്നത് പോലെ സക്സസ്ഫുള്ളായിട്ട് കിട്ടാറില്ല, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടാറില്ല. പക്ഷെ അന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കുറേ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് ചെയ്യാനായിട്ട്. അപ്പം അത്രയ്ക്കൊക്കെ ഉള്ളൂ. ബൈ ബൈ.